നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ കഥകൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഹരീഷിന്റെ അടുത്തേക്ക് നീതു വരുവാണ്. അപ്പൊ ഹരീഷ് തിരക്കിട്ട ജോലിയിലായിരുന്നു. നീതുവിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്ത് പറ്റി? അതെ, ഞാൻ ഹരീഷ് എന്നെ കാണാൻ വന്ന, എന്താ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചു. അതിന് ഞാനൊന്നും പറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. എന്തിയെ ചന്തു, എന്തിയെ? അവനത് കട വരെ പോയേക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ നീതു അവിടെ ഇരുന്നിട്ട് തന്നെ ബാഗിനകത്തുനിന്ന് ഒരു ബോക്സ് എടുക്കുവാണ്. ഇതെന്താന്ന് ചോദിച്ചു. അത് ഞാൻ ഹരീഷേട്ടന് വേണ്ടി കൊണ്ടുവന്ന, എനിക്ക് വേണ്ടിട്ടോ. അതെ, വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ എന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബോക്സിനുള്ളിൽ നിന്ന് കൊഴുക്കട്ട എടുത്ത് കൊടുക്കണം. ഇത് കൊഴുക്കട്ടയാണല്ലോ. ദേ, ഇതിനകത്ത് വല്ല വിഷം എന്തേലും വെച്ചാണോ അമ്മ തന്നു വിട്ടിരിക്കുന്നത്? അതിന് അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാൻ ഹരീഷേട്ടന് കൊണ്ടുതരുമെന്ന്. ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ വിഷം വെച്ചേനെന്ന് പറഞ്ഞു. രക്ഷപ്പെട്ടു. അറിയാത്തെ അല്ലായിരുന്നെങ്കിൽ മിക്കവാറും എന്നെ വിഷം വെച്ച് തീർത്ത് കളഞ്ഞാലും നിന്റെ അമ്മ. പിന്നീട് ഹരീഷിനോട് ചോദിച്ചു, ഹരീഷേട്ടന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ചന്തുവിൻ്റെ വരവ്. ചന്തു നോക്കി, ഞാനിനി കട മാറി വന്ന് കയറിയതാണോ? അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. രണ്ടുപേരും എപ്പോഴും കീരിയും പാമ്പിനെ പോലെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, പക്ഷെ ഇന്ന് ഭയങ്കര സന്തോഷത്തോടെ രണ്ടുപേരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെന്താ ഹരീഷേട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, എടാ കടയിൽ ഗ്രീസ് തീർന്നു, നീ പോയി ഇത്തിരി ഗ്രീസ് മേടിച്ചോണ്ട് ഞാൻ പറഞ്ഞു. എനിക്കറിയാം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്നെ പറഞ്ഞു വിടുമെന്ന്. അപ്പോഴേക്കും നീതു ഒരു കൊഴുക്കട്ട എടുത്ത് കൊടുക്കണം. അത് മൊത്തം കൊടുക്കണ്ട, അവന് പകുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് പകുതി വാങ്ങിച്ച് തിന്നോ. ഈ ഹരീഷേൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ചന്തു അങ്ങോട്ട് പോയി പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാണ്. അപ്പോഴേക്കും നീതു പറഞ്ഞു, ഹരീഷേട്ടാ, ഹരീഷേട്ടനറിയാവോ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയാ? ഞാൻ ഹരീഷേട്ടനെ ഇഷ്ടപ്പെടുന്നത് എത്രമാത്രമാണെന്നറിയാവോ? എനിക്കറിയില്ല. ഒരു കടലോളം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഹരീഷേട്ടനും ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എത്രത്തോളം? അതിപ്പോൾ എങ്ങനെ പറയണേ? ഹരീഷേട്ടൻ്റെ വീടാണോ അത് എന്നെയാണോ ഇഷ്ടം? ബെസ്റ്റ്. ആ പൊട്ടിപ്പൊളിഞ്ഞ വീടിനെയാണോ നീയുമായിട്ട് ഉപമിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, വീടെന്ന് ഞാൻ ഉദ്ദേശിച്ചേ വീട്ടിലുള്ളവരെയാ. എനിക്ക് വീട്ടിലുള്ളവരെ നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? രണ്ടുപേരെ ഒരേപോലെ. അതിനിപ്പോൾ എന്താ? എനിക്ക് അവരും വേണം, നീയും വേണം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മുമ്പത്തെ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചോ, സുഭാഷേൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഞാനാണെങ്കിൽ ഹരീഷേട്ടൻ ആരോടൊപ്പം നിൽക്കും? നാളെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷേട്ടനോടൊപ്പം നിൽക്കുമോ എന്നോടൊപ്പം നിൽക്കുമോ? അത് സുഭാഷേട്ടനൊപ്പം നിൽക്കുള്ളൂ. ഓഹോ, അപ്പം എന്നേക്കാളും വലുതല്ലേ സുഭാഷേട്ടൻ? അതെ, സുഭാഷേട്ടൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കെല്ലാവരും ഉണ്ടല്ലോ അല്ലേ? എനിക്കറിയാം. അല്ലെങ്കിലും ഹരീഷേട്ടൻ എന്നോട് സ്നേഹമില്ലാന്ന്. നീ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നാണ് ഇങ്ങോട്ട്. പിന്നെ ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നൊന്നുമല്ല, ഒരു സത്യം ചോദിച്ചാ. പിന്നെ ഇതാ നിന്റെ കുഴപ്പം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുരുന്നും പറഞ്ഞ് വന്നിരുന്ന് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. എന്നിട്ടോ ഒടുവിൽ അടിയാവുകയും ചെയ്യും. പിന്നെ ഹരീഷേട്ടനോട് ഞാൻ ചോദിച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ, എല്ലാത്തിനും ഞാൻ സത്യസന്ധമായിട്ടാണ് മറുപടി പറഞ്ഞേ. പക്ഷെ ഹരീഷേട്ടനോ, അതെ, എനിക്കറിയാവുന്ന പോലൊക്കെയാണ് ഞാൻ മറുപടി പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും നിധി വീട്ടിലേക്ക് വന്നു. നികേഷ് ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന ഉടനെ നിധി എന്നിട്ട് ഭാസ്കരനോട് ചോദിച്ചു, അച്ഛൻ എങ്ങനെയുണ്ടോന്ന് ചോദിച്ചു. ഇപ്പോൾ കുറവുണ്ട്. അല്ല, അച്ഛനോട് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ അച്ഛൻ കഴിച്ചിട്ടില്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ പോയി ചായ വെക്കണ സമയത്ത് നികേഷ് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ നിധി അടുത്ത് വന്ന ഉടനെ അടുക്കളയിൽ കയറുത്? അച്ഛന് വേണ്ടിയിട്ട്, അച്ഛനൊന്നും കഴിച്ചിട്ടില്ല, അച്ഛൻ്റെ ചായ വെച്ച് കൊടുക്കാന്ന് ഓർത്താ. എടാ, നിനക്കൊന്നും പഠിക്കാനില്ലേ? പിന്നെ പഠിച്ചിട്ട് ഞാൻ വലിയ ആളാവാൻ പോലെ, കളക്ടറാൻ പോവല്ലേ? എടാ, നിനക്കന്ന് UPSC എക്സാം ഒന്നും എഴുതാൻ മേലായിരുന്നോ? എന്തിന്, കളക്ടർ ആകാനായിട്ടോ? അതെ, കൊള്ളാം. അന്നേരം നല്ല വലിയൊരു ഹെഡിങ്ങോട് കൂടിയിട്ട് വരൂല്ലേ, തെരുവിൽ നിന്നൊരു കളക്ടർ. എന്താടാ നിനക്ക് പുച്ഛമാണോ? എൻ്റെ പൊന്നോ നിധിയടുത്തി, എനിക്കതൊന്നും സെറ്റ് ആകത്തില്ല. എടാ, എന്നാ ആര് പറഞ്ഞു? പഠിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, നീ ഒന്ന് പഠിച്ചു നോക്ക് എന്ന് പറഞ്ഞു. നോക്കാം, എൻ്റെ ഡിഗ്രി ഒന്ന് കഴിയട്ടെ, 2 വർഷം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം നീ ഓർക്കും, പഠിച്ചു കഴിഞ്ഞ് വലിയ കളക്ടറൊക്കെ ആയി കഴിയുമ്പോൾ നിധി അടുത്ത് അന്ന് എന്നോട് പറഞ്ഞ സത്യമുള്ളൂന്ന്. എടാ, അങ്ങനെയൊക്കെ ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു വിലയും നിലയൊക്കെ ഉണ്ടാവും. ഇപ്പം വിലയില്ലാത്ത ആൾക്കാരൊക്കെ അന്ന് കണ്ടു നിന്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്നൊക്കെ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ചായയൊക്കെ ആയിട്ട് ഭാസ്കറിൻ്റെ അടുത്തേക്ക് വന്നു. ചായ കൊടുത്തിട്ട് ഒരു ബണ്ണും എടുത്ത് കൊടുക്കുകയാണ്. ഇത് കഴിക്കച്ചാന്ന് പറഞ്ഞു. മോളെ, ഇതൊന്നും വേണ്ട, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കഴിക്കാനും പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ തുടങ്ങുവാണ്.
അത് കണ്ടപ്പോൾ നികേഷ് പറഞ്ഞു, ചേച്ചി അവിടെ എങ്ങാനും വെച്ചിട്ട് പോരെ, എന്തിനാ അത് കൈ പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാസ്കരൻ പറഞ്ഞു, എന്തിനാ മോളെ നീ എന്നോട് ഇത്ര സ്നേഹം കാണിക്കണേ, അതിങ്ങോട്ട് തന്നേരെ. സാധാരണഗതി ഞാനിവിടെ പനിച്ചു കിടന്ന് ആരും എന്നെ തിരിഞ്ഞു പോലും നോക്കാറില്ല, ഇപ്പം നീ ആദ്യമായിട്ട് ഇത്ര കെയറിങ് ഒക്കെ തരുന്നേന്ന് പറഞ്ഞു. നീതി പറഞ്ഞു, എൻ്റെ കടമ ഞാൻ ചെയ്യുന്നേ. പിന്നീട് നികേഷിനോട് ചോദിച്ചു, നികേഷേ നീ എൻ്റെ ഫോൺ ഇങ്ങോട്ട് എടുത്തേന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ എടുത്ത് കൊടുത്ത് സുധീഷിനെ വിളിക്കുകയാണ്. എന്തിനാ സുധീഷേനെ വിളിക്കുന്നത്? അത് തെർമോമീറ്റർ മേടിക്കുന്ന കാര്യം പറയാൻ. അല്ല ഇപ്പം തെർമോമീറ്റർ എന്തിനാന്ന് ഭാസ്കരൻ ചോദിച്ചു. അച്ഛൻ്റെ പനിയൊന്നും നോക്കണ്ടേ, രാവിലെ ടെമ്പറേച്ചർ നന്നായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വരുമ്പോഴും അതുപോലെ തന്നെയുണ്ട്, അതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫാ. എന്താണെന്ന് അറിയത്തില്ല നിധിയെടുത്തി, ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു, സുധീഷേൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ. അങ്ങനെ ഓഫ് ചെയ്ത് വെക്കുന്നതല്ലാന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധീഷ് അങ്ങോട്ട് വന്നു. സുധീഷ് വന്നു കഴിഞ്ഞപ്പോൾ നിധി ചോദിച്ചു, സുധീഷ് എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം? അത് പിന്നെ എൻ്റെ ചാർജ് ഫോണിൽ തീർന്നു പോയെന്ന് പറഞ്ഞു. അല്ല എന്താ കാര്യം? അതെ അച്ഛന് നല്ല പനിയുണ്ട്, ഒരു തെർമോമീറ്റർ വാങ്ങിക്കാനായിരുന്നു. പിന്നെ എനിക്ക് അതല്ലേ പണിയെന്ന് പറഞ്ഞു സുധീഷ് ദേഷ്യപ്പെട്ട് കയറിപ്പോയി. നിധി എന്ത് ചെയ്തു? പിന്നീട് അകത്തേക്ക് പോയിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോവാണ്. ആ സമയം നികേഷ് ചോദിച്ചു, അല്ല നിധി അടുത്ത് എങ്ങോട്ടാ പോകുന്നേ ഈ പേഴ്സൊക്കെ ആയിട്ട്? അതെ ഞാൻ കടയിൽ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. നിധി അടുത്ത് തനിച്ചു പോകണ്ട, ഞാനും കൂടെ വരാം. വേണ്ട ഞാൻ പോയിട്ട് വന്നോളാന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് വന്ന് സുധീഷ് പറഞ്ഞു, നീ ഇപ്പം എന്തിനാ കടയിൽ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ തെർമോമീറ്റർ. അത് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, എടാ സുധീഷ് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചു. എനിക്കും തോന്നുന്നുണ്ട്, എന്തോ ഒരു വല്ലായ്മ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതേസമയം സുഭാഷ് വൈകുന്നേരത്തെ ജോലിയൊക്കെ തീർത്ത് പണിക്കാരെല്ലാം കൂടി പോയി. അപ്പം സുഭാഷ് വീട്ടിലേക്ക് വരാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ചാന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത്. ചാന്ദിനി ആ സമയത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷ് ചോദിച്ചു, എന്താ ഈ സമയത്ത്? അവിനാശി പോയല്ലോ എന്ന് പറഞ്ഞു. ഞാനേ അവിനാശി എന്നെ കാണാൻ വന്നല്ല. പിന്നെയോ? സുഭാഷ് എന്നെ കാണാൻ വന്ന എന്നോ? അത് ഈ സന്ധ്യ സമയത്ത് ഇനി തിരിച്ച് തനിച്ചൊക്കെ പോകണ്ടേന്ന് ചോദിച്ചു. ഞാനൊരു സീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സുഭാഷ് എന്നെ തരാൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. പിന്നീട് ഒരു ചോറും പാത്രം എടുത്ത് കാണിക്കണം, അതിനകത്ത് കുറേ സീറ്റ്സ് ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അങ്ങനെ സുഭാഷിന് എടുത്ത് കൊടുത്തു. സുഭാഷ് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ സുഭാഷ് ഏട്ടൻ വീട്ടിൽ കൊണ്ടുപോയിക്കോ, അവർക്കൊക്കെ കൊടുത്തോളാൻ പറഞ്ഞു. അല്ല ഇനിയിപ്പം നീ എങ്ങനെ പോകും? അത് ഞാൻ ഇവിടെ നിന്ന് നടന്നു പോയിക്കോളാം. വേണ്ട, തനിച്ചങ്ങനെ ഈ സന്ധ്യാസമയത്ത് പോകണ്ട. ഒന്നാമത്തെ കാര്യം ഒരു പെണ്ണല്ലേ, തനിച്ച് വേണ്ടെന്ന് കരുതി. അങ്ങനെ പിന്നീട് സുഭാഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ സൈക്കിളിൻ്റെ മുന്നിൽ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ചാന്ദിനിയെ മുന്നിൽ വെച്ച് സൈക്കിളും ചവിട്ടിക്കൊണ്ട് സുഭാഷ് വരിക. ആ സമയത്ത് സുനന്ദയും ലളിതയും കൂടെ മാർക്കറ്റിൽ പോയിട്ട് നടന്നു വരുന്ന സമയമായിരുന്നു. അവരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേനുമാണ് സുനന്ദ ആ കാഴ്ച കാണുന്നത്. മുന്നിൽ ചാന്ദിനിയെ ഇരുത്തി സുഭാഷ് സൈക്കിളും ചവിട്ടിക്കൊണ്ട് വരുന്നത്. അമ്മ ഇതെങ്ങ് നോക്ക്, അത് സുഭാഷേണ്ണല്ലേന്ന് ചോദിച്ചു. പിന്നെ അവൻ എവിടുന്ന് പെണ്ണ് കിട്ടാനായിട്ടാ, ഫ്രണ്ടിലൊരു പെൺകുട്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അമ്മ ശരിയാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത് വന്നപ്പോൾ മനസ്സിലായി അവർ രണ്ടുപേരും വന്ന്. പക്ഷേങ്കിൽ സുഭാഷ് ആണെങ്കിൽ മൈൻഡ് ചെയ്തു പോലുമില്ല. കാരണം സുഭാഷ് ചുറ്റും ഒന്നോളം കാണുന്നുണ്ടായിരുന്നില്ല. ചാന്ദിനിയായിട്ട് വർത്താനം പറഞ്ഞ് സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലളിത പറഞ്ഞു, ഇതാ മറ്റേ പെണ്ണല്ലേ, ആ ബംഗാളി പെണ്ണല്ലേ എന്ന് ചോദിച്ചു. അതേലോ. അപ്പം ഇവളുമായിട്ട് ഇവരെന്താ ചുറ്റിക്കളി? എനിക്കിപ്പോൾ സന്തോഷമായി, അവരുടെ കല്യാണം കഴിഞ്ഞാൽ മതിയായിരുന്നു പറഞ്ഞു. കല്യാണോ? അതേമേ, അവർ രണ്ടുപേരും നല്ല ജോഡിയാ. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ പോയ സമയത്ത് സുഭാഷേൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം, സുഭാഷേണ് നല്ലൊരു പെണ്ണിനെ കിട്ടണമെന്ന്. ചാന്ദിനി ചേരുന്ന പെൺകുട്ടിയാ. നിനക്കെന്താ സുനിത, തലയ്ക്ക് ഭ്രാന്തുണ്ടോ? അതെ സുഭാഷേൻ്റെ കാര്യം അറിയാലോ അമ്മേ, പാവമല്ലേ. എൻ്റെ കല്യാണം കഴിഞ്ഞു, സുഭാഷേണ് നല്ലൊരു ജീവിതം കിട്ടണ്ടേ, എത്ര നാളെന്ന് വെച്ചാൽ അതിങ്ങനെ നിൽക്കണേന്നൊക്കെ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ചാന്ദിനിയെ കൊണ്ടുവിട്ടിട്ട് വരുവാണ്. അപ്പോഴേക്കും സുനന്ദി ചോദിച്ചു, അല്ല കൂടെയുള്ള ആളെന്തെന്ന് ചോദിച്ചു. കൂടെയുള്ളത് ആരെ? അല്ലൊരു പെണ്ണുണ്ടായിരുന്നല്ലോ കൂടെ അന്ന് കണ്ടത്. അതെങ്ങനെ നിങ്ങൾ കണ്ടു? ലളിത പറഞ്ഞു, അങ്ങോട്ട് പോയപ്പോൾ നിന്റെ കണ്ണ് കാണത്തില്ലായിരുന്നു, കാരണം നിന്റെ സൈക്കിളിന് മുന്നിൽ ആ പെണ്ണുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് നീ ഞങ്ങളെ കാണാതെ പോയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷിന്റെ മുഖത്തൊരു ചമ്മലൊക്കെ ഉണ്ടായി. സുഭാഷ് പറഞ്ഞു, അതേ ചാന്ദിനി അവൾ എന്നെ കാണാൻ വേണ്ടി വന്നല്ല, അവിടെ വരെ ഒന്ന് വന്നാ എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുവാണ്. പിന്നെ സന്ധ്യയല്ലേ, അപ്പം തനിച്ച് വിടുന്ന എങ്ങനെയാന്ന് കരുതിയിട്ട് അവളെ ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടേന്ന് പറഞ്ഞു. എന്താണ് സുഭാഷയാണ് ചേരുന്നു സുനന്ദ പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് സുനന്ദയോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പുതിയ ജീവിതം എന്നൊക്കെ ചോദിച്ചപ്പോൾ, കൊള്ളാം സുഭാഷേട്ടാ, അഖിൽ നല്ലവനാണ്, പാവം എന്നൊക്കെ പറഞ്ഞു. സുഭാഷേട്ടൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ സുഭാഷ് സുനന്ദയ്ക്ക് സീഡ്സൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ലളിത സീഡ്സ് ഒന്നും വാങ്ങിയില്ല. ചാന്ദിരി ഉണ്ടാക്കിക്കൊണ്ട് തന്ന എനിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു. ആഹാ കൊള്ളാലോ. അപ്പൊ സുഭാഷേട്ടൻ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കളപ്പണി ചെയ്യേണ്ടി വരത്തില്ല, ചാന്ദിരി എല്ലാം ചെയ്തു തരുമല്ലേന്ന് ചോദിച്ചു. സുഭാഷിന് മുഖത്തൊരു നാണമൊക്കെ ഉണ്ടായി. കണ്ടോമേ അത് പറഞ്ഞപ്പോൾ സുഭാഷേട്ടൻ്റെ മുഖത്തൊരു നാണം കണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ ഒടുവിൽ സുഭാഷ് കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് പോകുന്നത്. സുനന്ദയ്ക്ക് സന്തോഷമായി. സുഭാഷേൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടന്നാൽ മതി എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.